രണ്ടാം പിണറായി സർക്കാരിനെ പോലൊരു ദുരന്തം കേരളത്തിന്റെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല പറഞ്ഞു. UDF ഉടുമ്പൻചോല നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇടുക്കി രാജകുമാരിയിൽ LDF സർക്കാരിനെതിരെയുള്ള വിചാരണ സദസ്സിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പിണറായി സർക്കാരിന് ഇടുക്കിയിലെ ജനങ്ങളോട് ബാധ്യത ഇല്ലെന്നതിന്റെ തെളിവാണ് ഇടുക്കിയിൽ മാത്രം പ്രതികൂലമായി ബാധിക്കുന്ന 30 കരിനിയമങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിഷേധ സമരത്തിന്റെ പേരിൽ PV അൻവർ MLA അറസ്റ്റ് ചെയ്ത് പിണറായി സർക്കാരാണ് നിയമസഭ തല്ലിപ്പൊളിച്ചവരെ മന്ത്രിയാക്കിയത്. രാജകുമാരിയിൽ മാത്രമല്ല, സംസ്ഥാനത്തെങ്ങും ഓരോ ദിവസവും ജനവിരുദ്ധ സർക്കാരിനെതിരെ വിചാരണ നടത്താൻ ജനങ്ങൾ തയ്യാറായിരിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. ജനങ്ങളുടെ പ്രശ്നങ്ങൾ മാത്രമല്ല, കേരളത്തിലൊട്ടാകെ ഈ സർക്കാരിന് ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയുന്നില്ല. ജനങ്ങളുടെ മേൽ കൂടുതൽ നികുതി ഭാരം സർക്കാർ അടിച്ചേൽപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടി നേതാക്കന്മാർ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു. അവരുടെ ബന്ധുക്കൾക്കും സ്വന്തക്കാർക്കും മാത്രം ജോലി കിട്ടുന്ന അവസ്ഥയുണ്ടാകുന്നു. ഭരണം സാധാരണക്കാരന് വേണ്ടിയല്ല, പാർട്ടിക്കാർക്ക് വേണ്ടി മാത്രമായി മാറുന്ന ഒരു ദുരവസ്ഥ നമുക്ക് കാണാൻ കഴിയും. യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മന്ത്രിമാരായ AK ശശീന്ദ്രൻ, റോഷി അഗസ്റ്റിൻ, M മണി MLA എന്നിവരെ പ്രതീകാത്മകമായി വിചാരണ നടത്തി. രണ്ടാം പ്രതി ശ്രീ AK ശശീന്ദ്രൻ, മൂന്നാം പ്രതി റോഷി അഗസ്റ്റിൻ, നാലാം പ്രതി ശ്രീ M മണി. താങ്കളാണ് 30/3/2021 താങ്കൾ മന്ത്രിയായിരിക്കുമ്പോഴാണ് ഈ ജനങ്ങളാലെ റവന്യൂ ഭൂമി വനഭൂമിയാക്കിയത്. പ്രതികൾ കുറ്റക്കാരാണ് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുന്നു. ആയതുകൊണ്ട് പ്രതികൾക്കുള്ള ശിക്ഷ 10/1/2025 നടക്കുന്ന സിറ്റിംഗിൽ വിധിക്കുന്നതായിരിക്കും. കോടതി നടപടികൾ സമാപിക്കും. വിചാരണ സദസ്സിന്റെ ഭാഗമായി നടത്തിയ ധർണാ സമരം രാവിലെ K ഫ്രാൻസിസ് ജോർജ് MP ഉദ്ഘാടനം ചെയ്തിരുന്നു. തുടർന്ന് നൂറുകണക്കിന് പ്രവർത്തകർ അണിനിരുന്ന പ്രകടനത്തോടെയാണ് വിചാരണ സദസ്സ് ആരംഭിച്ചത്. ഡീൻ കുര്യാക്കോസ് MP, UDF ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി, കൺവീനർ പ്രൊഫസർ MJ ജേക്കബ്, UDF നിയോജക മണ്ഡലം ചെയർമാൻ MJ കുര്യം, EM അഗസ്തി, AK മണി, TM സലീം, റോയ് K പൗലോസ്, സേനാപതി വേണു തുടങ്ങി നിരവധി പേർ പരിപാടിയിൽ പങ്കെടുത്തു. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.